അവൻ കരയുവാ. അവനാണ് കൂട്ടിക്കൊണ്ട് വന്നേ. മമ്മിയുടെ വെളിയിലെങ്ങാണ്ടാന്ന് തോന്നുന്നു. നാളെയാ ഡെലിവറി ഉറപ്പൊന്നുമില്ല. നാളെയല്ലേ നാളത്തെ ഒരു വെളുപ്പിനാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ബേബീസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജേർണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒരു 1 വീക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഡെയിലി നമുക്ക് സ്കാനും ഡോപ്ലറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇന്നലെ അവർ വൈകിട്ടായപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വെളുപ്പിന് എനിക്ക് കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് എനിക്ക് ഫീറ്റൽ മെഡിസിനിൽ സ്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവരെന്നെ ഡിസ്ചാർജ് ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ കൺസൾട്ടൻറ്റ് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ എനിവേ അവരെന്നോട് വീണ്ടും വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. കാരണം നമ്മൾ സെമി എമർജൻസി ആയിട്ട് ഡെലിവറി നടത്താൻ പോവുകയാണ്. ബേബീസിൻ്റെ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ കാരണമാണ് കേട്ടോ നമ്മൾ സെമി എമർജൻസി ആയിട്ട് ഡെലിവറി നടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ വൈകുന്നേരം വന്നിട്ട് അഡ്മിറ്റ് ആവാമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഗബ്രിക്കോണ്ട സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യുകയൊക്കെ വേണമായിരുന്നു. പിന്നെ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഇന്ന് തന്നെ അവർ അഡ്മിറ്റ് ആവാൻ പറയുമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്ന് ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പിന്നെ ഗബ്രിക്കുട്ടിനെ ഡയസ് പിക്ക് ചെയ്തിട്ടൊക്കെ വന്നിട്ടാണ് നമ്മൾ പതിയെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് മാത്രമാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ബേ റൂമാണ്, വാർഡിലാണ്. അപ്പോൾ എനിക്കൊരു വിൻഡോ സൈഡ് ബേ റൂം തരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെനിക്കൊരു വിൻഡോ സൈഡ് ബേ റൂം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ പയ്യെ സെറ്റിലായി വരുന്നൊരു ഇതാണ്. ഇപ്പോൾ ഇവിടെ CTG എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഡെയിലി 2 പ്രാവശ്യമാണ് CTG ഉള്ളത്. പിന്നെ ഒരു ഡോപ്ലറും കിട്ടും. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ട്വിൻ 1ൻ്റെ മൂവ്മെൻറ്റ്സ് അറിയാൻ കഴിയുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്ലാസിൻ്റെ പൊസിഷൻ വെച്ചിട്ട് എനിക്ക് ട്വിൻ 1ൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ പറ്റണം. ട്വിൻ 2ൻ്റേത് അറിയാതിരിക്കുകയും വേണം. പക്ഷേ എനിക്ക് നേരെ തിരിച്ചാൽ എനിക്ക് ട്വിൻ 2ൻ്റെ മൂവ്മെൻറ്റ്സ് മാത്രമേ അറിയത്തുള്ളൂ. ട്വിൻ 1ൻ്റെ മൂവ്മെൻറ്റ്സ് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ഒരു വീക്കിലി 3 മുതൽ 4 പ്രാവശ്യം വരെ CTGയും ഡോപ്ലറും ചെയ്യുന്നുണ്ടായിരുന്നു ഒരു 10 ആഴ്ചയോളമായിട്ട്. അപ്പോൾ ഇപ്പോൾ അത് വീണ്ടും നമ്മളിവിടെ അഡ്മിറ്റ് ആയപ്പോൾ വീണ്ടും ചെയ്യുന്നുണ്ട്. കാരണം ഈ മൂവ്മെൻറ്റ് മാത്രമല്ല അവരുടെ EDFും ഭയങ്കര ഹൈ ആണ്. അതായത് അംബ്ലിക്കൽ കോഡിലുള്ള ബ്ലഡ് ഫ്ലോയും റെസിസ്റ്റൻസും ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് C സെക്ഷൻ നടക്കുന്നതിന് വരെ CTGയും ഡോപ്ലറും റെഗുലർ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മിഡ് നൈറ്റ് ആയിട്ടുണ്ട്. എനിക്കിപ്പോഴാണ് എൻ്റെ ഫസ്റ്റ് ഡോസ് സ്റ്റിറോയിഡ്സ് കിട്ടിയത്. അപ്പം ഇറ്റ്സ് എ സക്കർ എന്നൊക്കെ ഇവർ ആദ്യം മുതലേ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഇത്രയും ഒരു പെയിനൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ല. എൻ്റെ വിചാരം ഈ സൂചി കയറി ഇറങ്ങുന്നതിൻ്റെ വേദനയായിരിക്കും. കാരണം അത് തുടയിലാണല്ലോ കുത്തിവെക്കുന്നത്. പക്ഷേ അല്ല കേട്ടോ, ഇത് ഈ മെഡിസിൻ കയറി പോകുമ്പോൾ കിട്ടുന്നിടത്തും പോകുന്ന വഴിക്കെല്ലാം ഭയങ്കര കട്ടുകഴപ്പാണ്. അതാണ് പെയിന്. അപ്പോൾ ഞാൻ യൂഷ്വലി ഇവിടെ ഒരു ലാസ്റ്റ് 11 വീക്സായിട്ട് 3 to 4 ഡേയ്സ് എല്ലാ വീക്കിലും വരാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ മിഡ് വൈഫ്സിനൊക്കെ എന്നെ അറിയാം. അങ്ങനെ യൂഷ്വലി ഒത്തിരി കുത്തുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലങ്ങനെ റെസ്പോണ്ട് ചെയ്യാറില്ല. ഇത് ഞാൻ കരഞ്ഞു പോയി. കാരണം അത്രയ്ക്ക് പെയിൻഫുൾ ആയിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഈ മെഡിസിൻ കുത്തിയ സ്ഥലത്ത് മസാജ് ചെയ്യണേ ബെറ്റർ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെനിക്ക് കുറച്ച് നേരം മസാജൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ഇതുപോലെ വേദനയുള്ളൊരു ഇഞ്ചക്ഷൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡോസാണ്. എനിക്കിനി ഒരു ഡോസ് കൂടി ഉണ്ട്. അത് 12 hour or 24 hours ആണ് എടുക്കേണ്ടത്. അപ്പോൾ എൻ്റേത് എത്ര അവർ അപ്പാർട്ടാണെന്നുള്ളത് കൺഫേം ആയിട്ടില്ല. കാരണം എൻ്റെ കൺസൾട്ടൻ്റെ നോട്ടിൽ 12 hour അപ്പാർട്ടും എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് 24 hour അപ്പാർട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് അവർ ഫസ്റ്റ് ഡോസ് തന്നിട്ട് ഇനി രാവിലെ ആകുമ്പം ഡ്യൂട്ടി ഡോക്ടർ വരുമ്പോൾ അത് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് സ്റ്റിറോയിഡ്സ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബേബീസിൻ്റെ ലങ് മെച്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം 37 വീക്സ് ആകുമ്പോഴാണ് നമ്മുടെ ബേബീസിന് ഒരു ലങ് മെച്യൂരിറ്റി കംപ്ലീറ്റ് ആവുന്നത്. അതിന് മുമ്പുള്ള ബേബീസിനെല്ലാം തന്നെ ഇവർ സ്റ്റിറോയിഡ്സ് ഓഫർ ചെയ്യും. നാട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഇവർ നമുക്ക് ഓഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. 32 വീക്സിന് മുമ്പുള്ള ബേബീസിനാണ് ഇവർ ഓഫർ ചെയ്യുന്നതിൻ്റെ കൂടെ ഹൈലി അഡ്വൈസും ചെയ്യും അതെടുക്കാൻ വേണ്ടിയിട്ട്. 32 വീക്സിൽ കഴിഞ്ഞിട്ടുള്ളവർക്ക് പേരൻസിന് ചൂസ് ചെയ്യാം എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ പീഡിയാട്രീഷ്യൻസിൻ്റെ കൺസൾട്ടേഷനൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടുവാണെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് എടുക്കുന്നത്. ഇനി ഈ സ്റ്റിറോയിഡ്സ് എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഇൻസുലിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള ആളുകൾക്കൊക്കെ ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. അപ്പോൾ
അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ കൂടുതൽ അഡ്മിറ്റ് ചെയ്യുന്നത്. കാരണം അവർ എവറി അവർ നമ്മളുടെ ഷുഗർ മോണിറ്റർ ചെയ്യും. അപ്പോൾ എനിക്കും അതുണ്ട്. എൻ്റെ കൺസൾട്ടൻറ്റ് പറഞ്ഞു അവർ ആദ്യം തന്നെ ഇൻസുലിൻ ട്രിപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇത് മെഡിസിൻ തരുള്ളൂ. അപ്പോൾ എൻ്റെ മിഡ് വൈഫ് പറഞ്ഞു അത് വേണ്ട, കാരണം ഇതുകൊണ്ട് നമ്മൾ എപ്പോഴും നടക്കുകയൊക്കെ വേണ്ടേ, അതുകൊണ്ട് നമുക്ക് ആദ്യം ഇടാം. എന്നിട്ട് എവരി അവർ ഷുഗറിൻ്റെ സ്പൈക്ക് നോക്കിയിട്ട് ഇത് കൂടുന്നത് എപ്പോഴാണോ അപ്പോൾ നമുക്ക് IV ഇട്ടിട്ട് നമുക്ക് ഇൻസുലിൻ തരാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ ഞാനിപ്പം സ്റ്റിറോയിഡ്സ് എടുത്തു. ഇനിയിപ്പോൾ എല്ലാ അവറിലും അവർ വന്ന് എൻ്റെ ഷുഗർ ചെക്ക് ചെയ്യും എങ്ങനെയാണെന്നുള്ളത്. അപ്പം 12 അവർ അപ്പാർട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24 അവർ കണ്ടിന്യൂസ് മോണിറ്ററിങ് ഉണ്ടാവും. 24 അവർ ആണെന്നുണ്ടെങ്കിൽ 12 അവർ കഴിഞ്ഞിട്ട് നമുക്കൊരു 12 അവർ ഗ്യാപ്പ് കിട്ടും, പിന്നെ ഒരു 12 അവർ. അങ്ങനെയാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കേസിൽ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. നമുക്ക് ഷുഗർ സ്പൈക്ക് വരുന്ന അനുസരിച്ച് ഇവരുടെ മോണിറ്ററിങ് സ്കീമും ആ ഷെഡ്യൂളും ഒക്കെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ അനുസരിച്ച് ആദ്യത്തെ ഒരു 12 അവേഴ്സ് കിട്ടും. അപ്പോൾ എനിക്ക് ആദ്യത്തെ 12 അവേഴ്സ് ഉറക്കമില്ല, പിന്നെ ഒരു 12 അവേഴ്സ് എനിക്ക് ഇത്ര റെസ്റ്റ് ചെയ്യാൻ കിട്ടുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ 12 അവർ ആണോ 24 അവർ അപ്പാർട്ടാണോ സ്റ്റിറോയിഡ്സ് എന്ന് കൺഫേം ചെയ്യണം. അതിനുശേഷം നമുക്ക് എവറി അവർ ഷുഗർ മോണിറ്ററിംഗ് ഉണ്ട്. അതിൻ്റെ റിസൾട്ട് അനുസരിച്ചാണ് നമുക്ക് കാനുലയൊക്കെ ഇടുന്നത്. രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരു 1 അവർ കൂടുമ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഷുഗറിൻ്റെ. 5 തുടങ്ങിയതാണ് നമ്മൾ. അത് ക്രീപ്പപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സ് മുമ്പ് നോക്കിയപ്പോൾ 8.4 ആണ്. അപ്പോൾ അതുകൊണ്ട് ക്യാനുല ഇടണം, ഇൻസുലിൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. വെയിറ്റിംഗ് ആണ് മിക്കവാറും അവർ. അപ്പം ഏകദേശം മോർണിംഗ് ആയതുകൊണ്ട് ഡേ ഷിഫ്റ്റുകാർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് പോകുമായിരിക്കും, അറിയില്ല. എൻ്റെ മിഡ് വൈഫും അല്ല ലാസ്റ്റ് വന്നത്, വേറൊരു മിഡ് വൈഫായിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റിംഗിലാണ്. അങ്ങനെ ഒരു മിഡ് വൈഫ് വന്ന് ക്യാനലായിട്ടു. അവർ ബ്ലഡ് എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ബ്ലഡ് കിട്ടിയില്ല. 1-2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് എന്നാൽ പിന്നെ വേറെ ആരെങ്കിലും വന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് അവർ വന്ന് ഇൻസുലിൻ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. അത്യാവശ്യം നല്ല വേദനയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇൻസുലിനൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനം വലിച്ചുകൊണ്ട് വേണം എല്ലായിടത്തും പോകാനായിട്ട്. അപ്പം ഞാൻ ഈ സ്പെഷ്യൽ ഡയറ്റിലാണല്ലോ, ഡയബറ്റീസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടില്ല കേട്ടോ. എനിക്കാണ് രാവിലെ മുതൽ ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞാൻ പോയി ഒരു ചായയൊക്കെ എടുത്തു. എനിക്കിവിടുത്തെ കാപ്പി അത്ര പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു ലൈറ്റ് ടീ ഒക്കെ ഉണ്ടാക്കി, ബ്ലാക്ക് ടീ ഒക്കെ ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ആക്ച്വലി ജിഞ്ചർ ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്കിത് കഴിക്കാൻ പറ്റുന്നതല്ല, പിന്നെ ഇൻസുലിൻ ഇടുന്നതിൻ്റെ ഒരു ധൈര്യത്തിൽ ഞാനങ്ങ് കഴിക്കാൻ. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് വരാൻ സമയമാവുന്നേ ഉള്ളൂ. സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റാണ്, എഗ്സാണ് രാവിലെ അവർ തരുന്നത്. അവരതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. വെള്ളത്തിൽ സ്ക്രാമ്പിൾ ചെയ്ത് വരുന്നത് പോലും ഉണ്ട് എനിവേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി. ഇതാണ് കേട്ടോ എൻ്റെ ഇതിൻ്റെ പുറത്തേക്കുള്ള വ്യൂ. എന്താണ് നമ്മുടെ സ്റ്റിറോയിഡ് കുത്തിയിട്ടാണെന്ന് അറിയില്ല, പെട്ടെന്ന് ഞാനങ്ങ് ഡീഹൈഡ്രേറ്റഡ് ആയിപ്പോയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ കാര്യം പറഞ്ഞാൽ കാര്യമായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നു ഫേസൊക്കെ. ഇന്ന് നമുക്ക് സെക്ഷൻ ഇന്നായിരിക്കും എന്നാണ് പറഞ്ഞത്. ഞാനാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഡീഹൈഡ്രേറ്റഡ് ആണ്. പിന്നെ രാവിലെ 2 മണി മുതൽ ഫുഡ് കഴിക്കരുതെന്ന് രാവിലെ 5 മണിയായപ്പോൾ വന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് ലാസ്റ്റ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഓൾറെഡി കുറേ സമയമായില്ലേ, അതുകൊണ്ട് ഞാനിങ്ങനെ വിശന്ന് കുത്തിയിരിക്കുകയാണ്. പിന്നെ ഭയങ്കര ചൂടായിരുന്നു ഇന്നലെയും മിനിങ്ങാൻ നോക്കിയിട്ട്. അപ്പം ഞാൻ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് ബ്ലഡ് എടുക്കാൻ വേണ്ടി അവരിനി കുത്താനൊരു സ്ഥലം ബാക്കിയില്ല. എല്ലായിടത്തും കുത്തി നോക്കി 5-6 പ്രാവശ്യം കുത്തിയ പിന്നെയാണ് കുറച്ചൊരു ബോട്ടിൽ ബ്ലഡ് കിട്ടി. അവർക്ക് എന്താണ് ഗ്രൂപ്പ് അറിയാൻ വേണ്ടി, ബ്ലഡ് ഗ്രൂപ്പ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് സെക്ഷന് ബ്ലഡ് വേണമെങ്കിൽ എന്നുള്ള രീതിയിൽ അങ്ങനെ ബ്ലഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അയണിൻ്റെ ലെവൽ നോക്കണം, അങ്ങനെ എന്തൊക്കെയോ സംഭവം നോക്കാനുണ്ട്. കൺസേൺ ഫോം റിവ്യൂ ഉണ്ട്, ഒന്നും നടന്നിട്ടില്ല. പക്ഷെ ഇന്നായിരിക്കും എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പട്ടിണി ഇരിക്കുകയാണ്. ഇന്ന് നടക്കത്തില്ലെങ്കിൽ അവർ നേരത്തെ വന്ന് പറയും. എന്താ എൻ്റെ ഇലക്ടീവ് സെക്ഷൻ അല്ല, സെമി എമർജൻസി ആണിപ്പോൾ. എമർജൻസി എന്ന് പറയാൻ പറ്റില്ല, എമർജൻസി അല്ല, സെമി എമർജൻസി ആയതുകൊണ്ട് അവർക്ക് ടൈം ആൻഡ് ഡേറ്റ് ഇങ്ങനെ ഡേറ്റ് പറയും, ടൈം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ഇല്ലെങ്കിൽ എനിക്ക് നേരത്തെ വന്ന് പറയുന്നതാണ് പറഞ്ഞത്, ഞാൻ ഡയബറ്റിക് ആയതുകൊണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. വെയിറ്റിംഗ് ആണ്.
നീഡിലൊക്കെ കുത്താൻ ഒരു സ്ഥലത്തും ബാക്കിയില്ല. അങ്ങനെ ഒരു 10:30 ആയപ്പോൾ മിഡ് വൈഫ് വന്ന് പറഞ്ഞു കുളിച്ച് ഗൗണൊക്കെ മാറിയിരിക്കാൻ. അങ്ങനെ ഞാൻ കുളിച്ച് ഗൗണൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയതുകൊണ്ട് ഞാൻ ടിൻറ്റഡ് ലിപ് ബാമൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് കേട്ടോ, എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ടെൻഷനായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എനിക്ക് സ്പൈനൽ കിട്ടുന്നതിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ സർജറിയുടെ കാര്യം ഓർത്ത് ടെൻഷനുണ്ട്, ബേബീസിൻ്റെ കാര്യം ഓർത്ത് ടെൻഷനുണ്ട്. അങ്ങനെ ടെൻഷൻ അടിച്ച് എനിക്ക് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങി. കാരണം നമ്മളൊരു 3 ടൈംസ് പോയിട്ട് തിയേറ്ററിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് നമ്മളെ തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ടയേർഡായിരുന്നു. പിന്നെ ഫൈനലി ഇന്ന് നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അവർ എമർജൻസി ആയിട്ട് രാത്രി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വന്നു. എനിക്ക് ഭയങ്കര സ്ട്രെസ് ആയതുകൊണ്ട് എൻ്റെ അനസ്തീസിസ്റ്റ് പുള്ളിക്കാരിയുടെ ഷിഫ്റ്റ് കഴിഞ്ഞെങ്കിലും നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബേബീസ് ഉണ്ടായി. ഇനിയിപ്പോൾ അവരെന്നെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ജിറ്റേഴ്സ് ഉണ്ടായിരുന്നു, ഈ വിറവലുണ്ടായിരുന്നു അനസ്തേഷ്യ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും. അതുകൊണ്ട് എന്നെ അവിടെ പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ബേബീസിനെ എല്ലാം കൊണ്ടുപോയി. അതിനുശേഷം എന്നെ സ്റ്റിച്ചപ്പ് ചെയ്തിട്ട് റിക്കവറി റൂമിൽ വിട്ടു. 45 മിനിറ്റ്സിൽ സാധാരണ അവിടെ നിന്ന് വിടുന്നതാണ്. 3.5 hours കഴിഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. പിന്നെ നമ്മൾ ഒന്ന് ഡീറ്റൂർ ചെയ്തു, നീക്കൂല് പോയി അവരെ കണ്ടതിന് ശേഷമാണ് റൂമിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് വന്നു. ഇവിടെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറേ വെള്ളമൊക്കെ അവർ കൊണ്ട് തന്നു, ഫ്ലൂയിഡ്സ് ഇട്ടിട്ടുണ്ട്. ഒരാളിവിടെ ഉറങ്ങാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇതൊരു ചെറിയ റൂമാണ്. അപ്പം നമുക്ക് റൂമുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ബാത്റൂമുണ്ട്, പിന്നെ നമുക്കൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂമിൻ്റെ ഒരു സെറ്റപ്പ്. നമുക്കിപ്പോൾ തൽക്കാലം ഇതാണ് കിട്ടിയിരിക്കുന്നത്. ബേബീസിനൊന്നും നമ്മുടെ കൂടെ ഇല്ല, 2 പേരും നീക്കൂലാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഉറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഇന്നലെ ഒരു 7 മണിക്കാണ് നമ്മൾ സർജറിക്ക് കയറിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാർഡിലെത്തുന്നത് ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് വെളുപ്പിന്. കാരണം എൻ്റെ പ്രഷർ ഭയങ്കര ലോ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് നേരം റിക്കവറി റൂമിൽ ഇരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് അനസ്തേസിസ്റ്റ് വന്ന് പറഞ്ഞു, മരുന്നൊക്കെ ഇട്ടിട്ടും എൻ്റെ പ്രഷർ കൂടുന്നുണ്ടായിരുന്നില്ല. അവർക്ക് എന്താണെന്ന് മനസ്സിലായില്ല, പക്ഷേ ഞാൻ അലേർട്ടാണെങ്കിൽ എന്നെ വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. പക്ഷേ എൻ്റെ പ്രഷർ എപ്പോഴും ഭയങ്കര ലോ ആയതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലൂയിഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. മൺഡേ ഞാൻ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഇന്നിപ്പോൾ തേഴ്സ്ഡേ മോർണിംഗ് ആണ്. ഇതുവരെ എനിക്കൊരു പ്രോപ്പർ സ്ലീപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടയേർഡ്നെസ്സും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് 2nd ഡേ ആണ് ഡെലിവറി കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെയാണ് കുറേ ദിവസം കൂടി ഒന്ന് ഉറങ്ങിയത്. ഞാൻ ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ്, മൺഡേ ആണ് ഞാനിവിടെ അഡ്മിറ്റ് ആവുന്നത്. മൺഡേ മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല നൈറ്റിൽ. എനിക്ക് ഓരോ 1 hour കൂടുമ്പം ഷുഗർ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. ഞാനൊന്ന് മയങ്ങി വരുമ്പോഴത്തേക്ക് അവരെന്നെ വന്ന് വിളിച്ചേൽപ്പിക്കും. അങ്ങനെ ഇരുന്ന് മൺഡേ രാത്രി ഫുൾ അങ്ങനെയായിരുന്നു, ട്യൂസ്ഡേ രാത്രി ഫുൾ അങ്ങനെയായി. വെനസ്ഡേ രാവിലെ ആയപ്പോൾ അവർ പറഞ്ഞു ഇന്ന് നമ്മൾ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ വെനസ്ഡേ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ട്യൂസ്ഡേ ഉച്ചയ്ക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഡിന്നർ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരാണെങ്കിൽ എൻ്റെ അടുത്ത് ട്യൂസ്ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വെനസ്ഡേ ആണ് സർജറി. നമ്മൾ തേഴ്സ്ഡേ ആണെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്ന് പറയുന്നത് വെളുപ്പിനാണ്, വെനസ്ഡേ വെളുപ്പിനാണ്. അപ്പോൾ ആ സമയമായപ്പോഴേക്കും എനിക്ക് ഫുഡ് കഴിക്കാനുള്ള വിൻഡോ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഷുഗർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെനസ്ഡേ ആയപ്പോഴേക്കും താന്നു പോകാൻ തുടങ്ങി. അപ്പം ശരിക്കും എനിക്ക് വെനസ്ഡേ ഇവർ ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് അവർക്ക് ഇപ്പം അവർലി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഞാൻ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് എൻ്റെ ഷുഗർ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ അനസ്തീസിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എനിക്ക് ഷുഗർ ജെല്ലൊക്കെ കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ലൈറ്റ് ഒന്ന് ഇടട്ടെ, വെള്ളി ഇരുട്ട് മുകളിൽ നിന്ന് വരുന്നത്. എനിവേ അപ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്ന് അപ്പം ഞാൻ ലാസ്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 40 hours കഴിഞ്ഞു. 40 അല്ല കേട്ടോ, അത്രയും പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 32 hours ഉണ്ടെന്ന് തോന്നുന്നു. അനസ്തേഷ്യയുടെ എഫക്റ്റാന്ന് തോന്നുന്നു, കണക്കൊന്നും അങ്ങ് വർക്കൗട്ട് ആവുന്നില്ല. ആലോചിച്ചിട്ട് എത്ര ടൈമുണ്ട് ഗ്യാപ്പൊന്നും തീരെ മനസ്സിലാവുന്നില്ല. എനിവേ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സർജറി ചെയ്തു, കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്നങ്ങ് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു സിസേറിയന് സി സെക്ഷന് പോകാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് സ്പൈനൽ എടുക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജനറലിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര അമേസിങ് ആയിട്ടുള്ളൊരു അനസ്തീസിസ്റ്റിനെയാണ് കിട്ടിയത്.
പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്ന് അതിന് മുമ്പ് ഇരുന്ന് കൗൺസിലിംഗ് ഒക്കെ തന്നു. അതിനുശേഷം ശരിക്കും ഞാൻ കയറിയ സമയത്ത് പുള്ളിക്കാരിക്ക് ഷിഫ്റ്റ് ചേഞ്ച് ആയിരുന്നു, പുള്ളിക്കാരി കഴിഞ്ഞ് പോവുമായിരുന്നു. എങ്കിലും എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, ഞാനല്ലേ ഇത്രയും സംസാരിച്ചതുകൊണ്ട് ഞാൻ സ്പൈനൽ ഇട്ടിട്ട് പോയിക്കോളാം, വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ലാന്ന്. അപ്പോൾ ഞാൻ സ്പൈനലിട്ടപ്പോൾ പുള്ളിക്കാരിയുടെ അടുത്ത് ഞാനിങ്ങനെ ചോദിച്ചു, ഞാൻ അറിഞ്ഞില്ല സ്പൈനലിട്ടത്, എന്നോട് സംസാരിച്ച് സ്പൈനലിട്ടങ്ങ് കഴിഞ്ഞ് എന്നോട് കിടന്നോളാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാം കഴിഞ്ഞു? ലോക്കലല്ലേ കഴിഞ്ഞുള്ളൂ? ഇല്ല, സ്പൈനലും എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, എൻ്റെ അടുത്ത് കുറച്ച് നേരം നിൽക്കുമോ, ബേബീസ് വരുന്നിടം വരെ നിൽക്കുമോ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ കൂടെ നിന്ന് 2 പേരെയും കണ്ട് നിയോനീറ്റൽസ് വന്ന് അവരെ റെഡിയാക്കി എനിക്ക് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ബേബി 2 കാണിക്കുന്നതും ഒക്കെ പുള്ളിക്കാരിയാണ്. അങ്ങനെ എൻ്റെ അടുത്ത് കുറേ നേരം നിന്ന് സംസാരിച്ച് ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ അത്ര ഇങ്ങനെ സർജറി ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം എനിക്ക് ചെറിയൊരു സർജറി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇല്ല, ഇവിടെ ഫുൾ അനസ്തീസിസ്റ്റാണ്. കയറുന്നത് മുതൽ ഇറങ്ങുന്നത് വരെ സർജറിയുടെ കാര്യങ്ങൾ ഒരു പേഷ്യൻറ്റിനെ ഫുൾ കെയർ ചെയ്യുന്നത് അനസ്തീസിസ്റ്റാണ്. സർജൻ ആ ടൈമിൽ ജസ്റ്റ് വന്ന് ചെയ്ത് പോകത്തേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് സർജനും ആരെ ഇരിക്കുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മളുടെ അങ്ങനെ ഒരു ഇലക്റ്റീവ് സി സെക്ഷൻ ആണെങ്കിൽ നമുക്കൊരു കൗൺസിലിംഗ് ഒക്കെ കിട്ടും. അത്ര ഇലക്റ്റീവ് അല്ല, നമ്മുടെ ഒരു സെമി എമർജൻസി ആയിരുന്നു. എമർജൻസി ആണോ എന്ന് ചോദിച്ചാൽ എമർജൻസിയാണ്, പക്ഷെ ഡേറ്റ് പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചാൽ ഡേറ്റ് പറഞ്ഞിട്ടാണ്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് കൗൺസിലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷനായിരുന്നു ആരാ വരുന്നതെന്നുള്ളത്. ഞങ്ങൾക്ക് കൗൺസിലിങ്ങിന് വന്ന ഡോക്ടറും പുള്ളി പറഞ്ഞാൽ ഷിഫ്റ്റ് ചേഞ്ച് ആയതുകൊണ്ട് പുള്ളി ആകുമെന്ന് അറിയില്ലാന്ന്. പക്ഷെ നമ്മളത്ര കോൺഫിഡൻ്റ് ആയിരുന്നില്ല ആളുടെ കാര്യത്തിൽ, കാരണം ഒന്നും പറയാൻ ഒന്നും സംസാരിക്കാതെ. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ വേറൊരു ഡോക്ടറാണ് വന്നത്. ആൻഡ് ഷി വാസ് റിയലി ഗുഡ് ടു. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ വിചാരിച്ചത്ര പ്രശ്നങ്ങളൊന്നുമല്ല. എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു, കാരണം എൻ്റെ ഫസ്റ്റ് ഡെലിവറി എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഈവൻ നോർമലായിരുന്നെങ്കിൽ പോലും അത് ഇവരുടെ കയ്യിലുള്ള പ്രശ്നം കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളാണ്. ശരിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞു. ഇപ്പം അങ്ങനെ പേടിച്ച പോലൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു പ്ലസൻ്റ് എക്സ്പീരിയൻസ് കൂടിയായിരുന്നു നമുക്ക് എന്ന് വേണേൽ പറയാം. പ്ലസൻ്റ് ഒരാൾ വലിച്ചു കയറുമ്പോൾ എത്ര പെർസെൻ്റ് ആകുമോ അത്രയും. എനിവേ അപ്പോൾ അത് കഴിഞ്ഞ് 2 പേരും നമ്മുടെ കൂടെ ബേബീസ് ഇല്ല. 2 പേർക്കും ഒരാൾക്ക് വെയിറ്റ് കുറവാണ്, ഒരാൾക്ക് വെയിറ്റ് ഓക്കെ ആയിരുന്നു, എൻ്റെ കൂടെ വിട്ടായിരുന്നു. അപ്പോഴാണ് വെയിറ്റ് കുറവുള്ള ആൾക്ക് ജോണ്ടിസ് ഉണ്ടെന്ന് അവർ കണ്ടുപിടിച്ചത്. അപ്പം 24 hours മുമ്പ് തന്നെ ജോണ്ടിസ് കണ്ടതുകൊണ്ട് 24 hours ഉണ്ടായി 24 മണിക്കൂറിന് മുമ്പ് കണ്ടതുകൊണ്ട് അവർക്ക് ആൻറ്റിബയോട്ടിക്സൊക്കെ ചെയ്യണം, പിന്നെ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അവർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അവർ 2 പേരും ഒരേ റൂമിൽ നിന്ന് വന്നതായതുകൊണ്ട് 2 പേരെ നോക്കണം. അങ്ങനെ ബേബി 2-നെയും അവർ കൊണ്ടുപോയി. ഇപ്പോൾ അവരാണ് ഫീഡ് ചെയ്യുന്നതും ഒക്കെ നോക്കുന്നത്. അപ്പം അവർക്ക് ഫീഡ് ചെയ്യുന്നതിനും ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഫീഡ് ചെയ്യാൻ ഇത്തിരി മടിയുണ്ട്, ജോണ്ടിസ്റ്റ് ആയതുകൊണ്ട്. രണ്ടാമത്തെ ആളും ജോണ്ടിസ്റ്റാണ്, ഉറങ്ങി പോവാണ്, ടയേർഡാണ്. ഫീഡ് ചെയ്യുന്നതിന് ഇത്തിരി മടിയുണ്ട്, പിന്നെ അവർ ടോളറേറ്റ് ചെയ്യുന്നതും കുറവാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ അവരവിടെയാണ്, ഞാനിവിടെ. അപ്പോൾ ഇന്നലെ ഞാൻ റിക്കവറി റൂമിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഞാൻ നിയോനീറ്ററിൽ പോയി അവരെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഇങ്ങനെ ബെഡൂടെയാണല്ലോ ഉന്തിക്കൊണ്ട് പോകുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ റൂമിലെത്തി. അപ്പോൾ യൂഷ്വലി ഇത് സർജറി കഴിഞ്ഞ് 10 hours കഴിയുമ്പോൾ അവർ കത്തീറ്റർ മാറ്റും, എന്നിട്ട് നമ്മളോട് നടക്കാൻ പറയും. പക്ഷേ എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ലോ പ്രഷർ ആയതുകൊണ്ട് എൻ്റെ കത്തീറ്റർ മാറ്റിയത് തന്നെ ഏകദേശം 18 hours കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് നടക്കാനായിട്ട് നോക്കാൻ പറഞ്ഞെങ്കിൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ തല ഇറങ്ങി ഇങ്ങനെ വേച്ച് വീഴാൻ പോകുന്നതുകൊണ്ട് അവരെൻ്റെ അടുത്ത് കിടന്നു. വന്നിട്ട് വീണ്ടും എനിക്ക് പ്രഷർ കൂടാനായിട്ടുള്ള മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രഷർ എന്തുകൊണ്ടും കയറുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ അതേ കിടപ്പ് തന്നെയാണ്. ഇതുവരെ ഞാൻ നടന്നിട്ടില്ല. ഇന്നലെ രാത്രിയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്നലെ ഡൈസിനെ എന്തായാലും വീട്ടിൽ പറഞ്ഞു വിട്ടു, ഞാനൊന്ന് തന്നെ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ എഴുന്നേറ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമുക്ക് നഥാനിയലിനെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു അവർ നമുക്ക് നഥാനിയലിനെ കൊണ്ട് തന്നത്. വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും പെട്ടെന്ന് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തെന്നല്ല കൊണ്ട് തന്നു. ഫീഡിങ് ടൈമാണ്, പാൽ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഡൈസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് പാലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എനിക്ക് പാല് വേണം എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് പാൽ കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ ഇവനെ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഡയസ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നാപ്പിയൊക്കെ ചേഞ്ച് ചെയ്തിട്ട്
കിടത്തണം. ഇപ്പോൾ ഒരു 8 ഇയേഴ്സ് ഗ്യാപ്പ് ഉണ്ടല്ലോ ഇതൊക്കെ ചെയ്തിട്ട്, ഡയപ്പർ ചേഞ്ച് ചെയ്തിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ആകെ മൊത്തത്തിലൊരു അങ്കലാപ്പായിരുന്നു കേട്ടോ, എങ്ങനെ ഡയപ്പർ ചേഞ്ച് ചെയ്യും, എങ്ങനെ ഫീഡ് ചെയ്യുന്നൊക്കെ. പക്ഷേ എന്തായാലും ചെയ്ത് തുടങ്ങിയപ്പോൾ ഇതൊരു മസിൽ മെമ്മറി പോലെ നമുക്കിത് പെട്ടെന്ന് തിരിച്ചു വന്നു. അപ്പോൾ ഞാനും നതാനിയങ്ങളും കൂടെ സ്കിൻ ടു സ്കിന്നാണ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ സ്കിൻ ടു സ്കിന്നാണിത് ഈ പ്രാവശ്യം. ഇപ്പോഴാണ് എനിക്ക് അവനൊന്ന് സ്കിൻ ടു സ്കിന്നൊക്കെ ചെയ്യാൻ കിട്ടുന്നത്. അങ്ങനെ ഫൈനലി ഇന്ന് നമുക്ക് സാക്രീനെ കിട്ടുന്ന ദിവസമാണ് കേട്ടോ. അവർ സാക്രീനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണിത്. അപ്പോൾ ഞാൻ നദാനിയോട് പറയണേ, എണീറ്റ് നിൽക്കൂ, നിൻ്റെ ചേട്ടൻ വരുന്നുണ്ടെന്ന്. എനിവേ സാക്രി വന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവൻ്റെ ഫീഡിങ് ടൈം വിശന്നിട്ടാണെന്ന്. ഞാൻ അവനെ ഫീഡ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് അറിഞ്ഞത് അവൻ്റെ നാപ്പ് ലീക്കായിട്ട് ഫുൾ നനഞ്ഞ് കുളിഞ്ഞ് കുതിർന്നാണ് അവൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവനൊരു പ്രീമി ബേബിയാണ്. അവന് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് നമ്മൾക്കുള്ള നോർമൽ ബോഡി ടെമ്പറേച്ചർ അവന് റീറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അത് ഡ്രോപ്പായി പോകും. അതുകൊണ്ട് തന്നെ അവനെ ഹീറ്റഡ് മാട്രസിലാണ് എനിക്ക് കൊണ്ട് തരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയ നനവുകളൊക്കെ ഡ്രസ്സിൽ വരുമ്പോഴത്തേക്കും ഇവരുടെ ടെമ്പറേച്ചർ പെട്ടെന്ന് ഡ്രോപ്പായി പോകും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അവനെ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി സ്കിൻ ടു സ്കിൻ കൊടുത്ത് അവൻ്റെ ടെമ്പറേച്ചർ ഓക്കെ ആയതിനു ശേഷമാണ് പിന്നെ ഫീഡൊക്കെ ചെയ്യാൻ പോയത്. പിന്നെ 2 ബേബീസും ഡിസ്ചാർജായി എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴും അവരുടെ ബിലിറൂബിൻ ചെക്ക് ചെയ്തപ്പം ഹൈ ആയതുകൊണ്ട് പിന്നെ അവരെ 2 പേരെയും ഇവിടെ താഴെ വാർഡിലും ബിലി ബാഗിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നദാനിയിലും ബിലി ബാഗിലിട്ട് ഇരുന്ന് ഞാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു, കാരണം അവൻ നിലത്ത് കിടക്കില്ല ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സാക്രീനെ സെയിം തന്നെ ചെയ്യാൻ അവരെന്നോടത്ത് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റത്തില്ല, അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടെന്ന്. അങ്ങനെ അവരെനിക്ക് പീഡിയാട്രിക്കുന്ന ഡോക്ടർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം പെട്ടെന്ന് തന്നെ അത് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു ഇൻക്യുബേറ്റർ തരൂ, കാരണം 24 hours ഒരു കുട്ടീനെ പിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിസ്ക് ആണ്. കയ്യിൽ നിന്ന് ഊർന്നൊക്കെ പോവാം, നമ്മൾ ഉറങ്ങി പോകുമല്ലോ. അങ്ങനെ അവരെനിക്ക് പിന്നെ ഫൈനലി ഒരു ഇൻക്യുബേറ്റർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു സാക്രീനെ കിടത്താൻ വേണ്ടിയിട്ട്. ഈ ഇൻക്യുബേറ്റർ എങ്ങനെ വാങ്ങിച്ചെടുത്തു എന്നുള്ളത് തന്നെ ഒരു വലിയ സ്റ്റോറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവൻ ക്രിബിൽ കിടക്കാഞ്ഞുകൊണ്ട് അവൻ എൻ്റെ കൂടെ ബെഡിലാണ് കിടത്തിയിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അത് റിസ്ക്കാന്നൊക്കെ പറഞ്ഞു. എനിവേ എന്തായാലും ഫൈനലി അവരെനിക്കൊരു ഇൻക്യുബേറ്റർ വാർഡിൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. 2 ആളും 2 സമയത്താണെങ്കിലും ഇൻക്യുബേറ്ററിൽ നിന്നൊക്കെ പുറത്തിറങ്ങി ഇപ്പോൾ 2 പേരും കൂടെ ഒരുമിച്ച് ഒരു ക്രിബിലാക്കി നമ്മൾ. ഇവർ 2 പേരും 2 സ്ഥലത്തായിരുന്നു. ഒരാൾ ന്യൂനീറ്റലിലും, 2 പേരും ആദ്യം ന്യൂനീറ്റലിലായിരുന്നു, അതിനുശേഷം ഒരാൾ ന്യൂനീറ്റലിലും ഒരാൾ എൻ്റെ കൂടെയായിരുന്നു. 2 പേരും എൻ്റെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴും ഒരാൾ പുറത്ത് ക്രിബിലും ഒരാൾ ഇൻക്യുബേറ്ററിലും ആയിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലായിടത്തുനിന്നും സെപ്പറേഷനൊക്കെ മാറി നമ്മളിപ്പോൾ ഒരുമിച്ചായി. ഒരേ മുറിയിൽ നിന്ന് വന്ന ആളുകൾ ഇപ്പോൾ ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കുള്ള നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഡിസ്ചാർജാണ്. അപ്പോൾ എന്നെ അതുപോലെ തന്നെ നതാനിയലിനെ ഓൾറെഡി ഡിസ്ചാർജ് ചെയ്തതാണ്. സാക്രി മാത്രമാണ് ഇപ്പം ഡിസ്ചാർജ് ആവാത്തുള്ളത്. അതുകൊണ്ട് നമ്മൾ 3 പേരും ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇന്ന് അവരെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണോ വീട്ടിൽ പോകാമെന്ന്. എനിക്കിപ്പോൾ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ബേബി ഫീഡിങ് ആണ്. അവർ പാൽ കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട്, എന്നെ വിടൂ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം കുറേ ദിവസമായി, ഇപ്പോൾ ഒരു 10-11 ദിവസത്തോളമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പം നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു സ്ഥലമാണ്, പിന്നെ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ വീടെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരിന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഗബ്രകുട്ടൻ വന്ന് വലിയ ചേട്ടായി വന്ന് ബേബീസിനെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ വൈകുന്നേരത്തേക്കാണ് ഡിസ്ചാർജ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനെ സ്കൂളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ടയസ് കൊണ്ടുവരുവാണ്. അപ്പോൾ ആദ്യം അവർ ജസ്റ്റ് ഒന്ന് ക്യാൻറ്റീനിൽ കൂടി ഒരു ഡീറ്റൂർ അടിച്ചിട്ടാണ് വരുന്നത്. കാരണം എൻ്റെ കൊച്ചിന് വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്തിറങ്ങിയാലും അപ്പം വിശപ്പിൻ്റെ അസുഖം വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എന്തൊക്കെയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വരികയാണ്. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മളിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്വിൻ ബേബി സ്ട്രോളർ. അതെല്ലാം അസംബിൾ ചെയ്ത് അതിൽ കാർ സീറ്റൊക്കെ വെച്ചിട്ടാണ് ആൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകുന്നതിന് മുമ്പ് അവർ ചെയ്യുന്ന ലാസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഈ സെക്യൂരിറ്റി ടാഗ് റിമൂവ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് ബേബീസിനെ ആയിട്ട് വാർഡ് 24ലേക്ക് വരുമ്പോൾ തന്നെ അവർ സെക്യൂരിറ്റി ടാഗ് അവരുടെ കയ്യിലോ കാലിലോ ഒക്കെ അറ്റാച്ച് ചെയ്യും. കാരണം ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, ഒരു കുട്ടീനെ ഇങ്ങനെ വാർഡിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ കുട്ടി ബേസിക്കലി വാർഡിന്റെ മെയിൻ ഡോറിന്റെ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സെക്യൂരിറ്റി അലാംസ് എല്ലാം വെൻഡ് ഓഫ് ചെയ്യും. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സിൽ ഓടി വരും. ഹോസ്പിറ്റലിലെ എല്ലാ ഡോറുകളും ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ആവും.
അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്യൂരിറ്റി ടാഗൊക്കെ റിമൂവ് ചെയ്തിട്ട് പോകുന്നത്. ആക്ച്വലി ഞങ്ങളുടേത് നേരത്തെ അവർ റിമൂവ് ചെയ്യേണ്ടായിരുന്നു, അവർ മറന്നുപോയായിരുന്നു. നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവരത് റിമൂവ് ചെയ്യാൻ വന്നത്. കാരണം അവർ മറന്നുപോയായിരുന്നു. ഞാനാണ് അങ്ങോട്ട് ചോദിച്ചത് നിങ്ങൾ സെക്യൂരിറ്റി ടാഗ് റിമൂവ് ചെയ്യുന്നില്ലേന്ന്. നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് കുറച്ച് 3-4 പ്രാവശ്യം ഇവരുടെ കയ്യിൽ നിന്ന് ഈ സെക്യൂരിറ്റി ടാഗിൽ നിന്ന് ഊരിപ്പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും അലാം അടിക്കും, അതുപോലെ തന്നെ ഇങ്ങനെ ഡോർസ് എല്ലാം ക്ലോസ്ഡ് ആവും, സെക്യൂരിറ്റി സ്റ്റാഫ് എല്ലാം ഓടി വരും. അങ്ങനെ 1-2 പ്രാവശ്യം ഇവര് ഇങ്ങനെ ബേബീനെ തപ്പി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. കാരണം ഇവരുടെ കയ്യിൽ നിന്നും കാലിൽ നിന്നും ഒക്കെ ഊരിപ്പോയിട്ട്. അങ്ങനെ നമ്മൾ ടാഗ് എല്ലാം റിമൂവ് ചെയ്തു. ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ടാഗ് റിമൂവ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരി സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്തപ്പോൾ ഗബ്രുകുട്ടിനെ ചെറിയതായിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം പുള്ളിക്കാരി അത് നന്നായിട്ട് ചെയ്യുമോ, അവർക്ക് ഹേർട്ട് ചെയ്യുമോ എന്നൊക്കെ ഉള്ള തോട്ട്സ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് മാറി മാറി ഉന്തി പതിയെ വീട്ടിൽ പോവാണ്. അപ്പൊ ഇവര് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഡബിൾ സ്ട്രോളർ വാങ്ങിയിരുന്നത്, ഇത് ടാൻഡം സ്ട്രോളർ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് 2 കാർ സീറ്റ് വെച്ചിട്ട് പോവാം, അല്ലെങ്കിൽ 2 കാരക്കോട്ട് വെച്ചിട്ട് പോവാം, അല്ലെങ്കിൽ 2 സീറ്റ് യൂണിറ്റ് വെച്ചിട്ട് പോവാം. ഇത് ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ആയിട്ടുള്ളതുണ്ട്, അത് ഒത്തിരി വൈഡ് ആയിട്ട് വരും. ഇതാണെങ്കിൽ ഒരെണ്ണം മുകളിൽ ഒരെണ്ണം താഴെയാണ്. അപ്പൊ നമുക്ക് ഒത്തിരി വൈഡ് ആയിട്ടല്ല, അപ്പൊ നമുക്ക് ചെറിയ സ്പേസിലും ഒക്കെ പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇപ്പോ കാർ പാർക്കിലേക്ക് എത്തി. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ പാർക്കിംഗ് ചാർജ് ഒക്കെ പേ ചെയ്തു. ഇനി നമ്മളിപ്പം കാർ പാർക്കിലേക്ക് എത്തി. ഇപ്പൊ കുറച്ച് ദൂരെയാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് നടന്ന് പോവുകയാണ്. എനിക്ക് നടക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്റെ നടത്തൊന്നും അത്ര റെഡിയായി വന്നിട്ടില്ല. അപ്പൊ നമ്മള് കാർ സീറ്റൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഇനി പതിയെ അവരെ കയറ്റി വീട്ടിൽ പോവാന്നുള്ളതാണ്. അപ്പൊ ഡൈസ് ഇവിടെ എല്ലാ സാധനങ്ങളും ആക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് ബേബീസിനെ കയറ്റണം, ഗബ്രുകുട്ടിനെ കയറ്റണം. കാരണം നമുക്ക് ഈ വണ്ടി ഇപ്പൊ ശരിക്കും ചെറുതായി കേട്ടോ. 2 കാർ സീറ്റിന്റെ നടുക്ക് ഗബ്രുകുട്ടിനെ ഇരിക്കുമ്പോൾ അവന് തീരെ സ്പേസ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അവൻ പറയുന്നത് അവൻ കംഫർട്ടബിൾ ആണ്, ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ല, സ്പേസ് ഉണ്ട്. ആള് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ അവരുടെ നടുക്കിരിക്കാൻ. അവൻ ആക്ച്വലി ഇതുവരെ ഒരു കാർ സീറ്റിൽ തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. അപ്പൊ അവന്റെ കാർ സീറ്റ് എടുത്ത് മാറ്റി. കാർ സീറ്റ് ഇല്ലാതെ അവൻ ഇരിക്കുന്നതിലും എനിക്ക് ടെൻഷൻ ഉണ്ട്. അപ്പൊ പക്ഷെ ഇപ്പൊ നമുക്ക് തൽക്കാലം ഇങ്ങനെയാണ് പോകാൻ പറ്റുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു വലിയ വണ്ടി വാങ്ങേണ്ടി വരുമായിരിക്കും, എല്ലാവർക്കും പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോ ആദ്യത്തെ ആളെ വെക്കാണ്. ഇത് സൈബെക്സിന്റെ കാർ സീറ്റ് ആണ്. ഇത് നമുക്ക് ആക്ച്വലി ഇതിനകത്ത് നമുക്ക് ഐസോഫിക്സ് ബേസ് ഉള്ളത് കൊണ്ട് കാർ സീറ്റ് വെക്കലും എടുക്കലും ഒക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. സീറ്റ് ബെൽറ്റ് ഇടേണ്ട പരിപാടി ഇല്ലാത്തതുകൊണ്ട് അതൊരു വളരെ നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു. ഗബ്രുകുട്ടിന്റെ സമയത്ത് നമുക്ക് സീറ്റ് ബെൽറ്റ് ആയിരുന്നു, അപ്പൊ അത് ഒത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്നു എപ്പോഴും എടുക്കലും വെക്കലും ഒക്കെ. അങ്ങനെ ഗബ്രുകുട്ടിനെ ആദ്യം കയറ്റി ഇരുത്തി ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചേട്ടച്ചാരായ സാക്രീനെ എടുത്ത് അകത്ത് വെക്കാം. അപ്പോൾ സാക്രി കാർ സീറ്റിൽ നമ്മൾ ആദ്യം തന്നെ സാക്രീനെയാണ് അകത്തേക്ക് വെക്കുന്നത്. ഈ നിറ്റിൻ്റെ ഇത് കണ്ടോ, പുതപ്പുകളുണ്ടോ, ബ്ലാങ്കറ്റ്സ്, ഇതൊക്കെ ഇവർ NICUവിൽ കിടന്നപ്പോൾ ഇവർക്ക് അവിടെ പുതയ്ക്കാൻ കൊടുത്തതാണ്. അതൊക്കെ നമുക്ക് അതോടുകൂടിയാണ് കൊണ്ടു തന്നത്. അപ്പം ഞാനത് റിട്ടേൺ ചെയ്യാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു NICUവിൽ കിടക്കുന്ന കുട്ടികൾക്ക് അവിടെ കിട്ടുന്ന നിറ്റിൻ്റെ സാധനങ്ങൾ, ഈ തൊപ്പി, ഒരു കാർഡിഗന്, അതുപോലെ തന്നെ കുറേയധികം ഒരു 8 ബ്ലാങ്കറ്റ്സോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവർക്ക് തന്നു വിടുന്നതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകും, അവരുടെ ഒരു ഓർമ്മയ്ക്കായിട്ട്, നീക്കൂലി കിടന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പം നഥാനിയലിനെയാണ് കാറിൽ വയ്ക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പതിയെ നഥാനിയലിനെയും കൂടെ കാറിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ നമ്മുടെ 2 ബേബീസും ഗ്യാബച്ചാച്ചനും കാറിൽ സെറ്റായി. ഇനി നമുക്കുള്ളത് നമുക്ക് ഈ ചാസസ് എടുത്ത് വെക്കണം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ബൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളും കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് പോവാം. അപ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞ ഫാൻ. ഇത് ഇവിടെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഓടിപ്പോയി വാങ്ങിയൊരു ഫാനാണ്. അത് ഈ കവറിലിരിക്കുന്നില്ലേ, അത് മുഴുവൻ എനിക്കുള്ള കുത്താനുള്ള മരുന്നുകളാണ്. നെക്സ്റ്റ് 6 വീക്സിലേക്ക് എനിക്ക് എടുക്കാനുള്ള ഇൻജെക്ഷൻസാണ് ആ കവറിനകത്തുള്ളത്. ബ്ലഡ് തിന്നേഴ്സാണ്. അപ്പോൾ നമ്മൾ ചാസസൊക്കെ ഫോൾഡ് ചെയ്തു. ഇനി പതിയെ അത് നമുക്ക് കാറിൽ കയറ്റാം. ഇത് അത്യാവശ്യം സ്പേസ് എടുക്കുന്ന ഒരു ചാസസാണ് കേട്ടോ. പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു 3.5 കിലോസൊക്കെ ഇതിന് വെയിറ്റ് ഉള്ളൂ. പക്ഷേ ഇത് കുറച്ചധികം, ഇപ്പോൾ ഡൈസിൻ്റെ വണ്ടി കുറച്ചുകൂടി വലുതാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടി ബൂട്ട് സ്പേസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കാറിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ വേറൊന്നും കാര്യമായിട്ട് പോവില്ല, അത്രയ്ക്കും ബൂട്ട് സ്പേസ് അത് എടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ബൂട്ടിലുള്ള സാധനങ്ങളെല്ലാം സെറ്റായി. ഇനി ടൈം ഫോർ മീ ടു ഗെറ്റ് ഇൻ. അപ്പോൾ ഞാനും പതിയെ കയറാം. അപ്പം ഞാൻ കുറേ നാൾ കൂടിയാണ് നടക്കുന്നതും അതുപോലെ തന്നെ കാറ് കയറി നോക്കി. അപ്പോൾ എനിക്ക് ചെറിയ വലിച്ചിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളായിട്ടൊക്കെയാണ് കയറുന്നത്. അങ്ങനെ നമ്മൾ വന്ന വഴിയിലൂടെ തന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവരെ നമ്മൾ വയറ്റിലിട്ട് കൊണ്ടുപോകുന്നു. ഇനി നമ്മൾ അവരെ കാർ സീറ്റിൽ വെച്ചിട്ട് തിരിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഫൈനലി. ഒരുപാട് ദിവസമായി കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി, ഒന്ന് കുളിക്കണം എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള കാര്യം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ അമ്മച്ചിയും ഗ്യാപശാസ്ത്രവും കൂടെ ഒരാളെ കൊണ്ടുപോയി, ഒരാളെ അപ്പയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരെയും എടുത്ത് നമ്മൾ വീട്ടിലേക്ക് കയറി. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ലിവിങ് റൂമിൽ നമ്മുടെ ഈശോയുടെ അടുത്ത് രണ്ടുപേരെയും കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതുകൊണ്ട് അവരെ രണ്ടുപേരെയും കൊണ്ടുവന്ന് നമ്മുടെ ലിവിങ് റൂമിൽ ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പിൽ നമ്മൾ രണ്ടുപേരെയും കൊണ്ടുവന്ന് വെച്ചു. He's listening. Yeah. വിളിച്ചേ, പേര് വിളിച്ചേ. The same school as him. So I went to school. I put my stuff in my locker. I did Ay, justo. They're not stretchy enough.